വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. നമ്മൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരുപാട് തത്വങ്ങളുണ്ട്. വലിയൊരു ഫിലോസഫിയാണ് മുത്തപ്പൻ കാവ്. ശ്രീകോവിലിൻ്റെ വലുപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ശ്രീകോവിൽ. പ്രത്യക്ഷമാണെങ്കിലോ വിവരിക്കാനാവാത്ത വിധം വലിപ്പത്തിലും. നമ്മൾ പറയുന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ബാക്കി ക്ഷേത്രങ്ങളിലെല്ലാം പറയും, നായ കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അനിഷ്ടം സംഭവിക്കാറായിരിക്കുന്നു, അവിടെ ഭഗവാന്റെ ഭാവത്തിന് ക്ഷയം സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നായശല്യത്തെ പ്രധാനമായിട്ടും കാണുന്നത്. എന്നാൽ മുത്തപ്പൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നായ അനുഗ്രഹദായകമാണ്. അവൻ ഭഗവാന് കൂടെ എപ്പോഴും ഭഗവാന്റെ ഒരു സഹായക്കാരൻ എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് നായനെ കാണുന്നത്. ഭക്തനെ മുന്നിൽ നിർത്തിയിട്ട് ഭഗവാൻ നേരിട്ട് മുന്നിലെത്തുന്ന സന്നിധി. ആ ഭഗവാൻ നേരിട്ട് ഇടനിലക്കാരനില്ലാത്ത രീതിയിൽ ഭക്തൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നു. ഭാഷ, കല, ദേശം, വർണ്ണങ്ങളോ തൊഴിലോ ഒന്നും ബാധകമല്ലാതെ ഭഗവാൻ അത് കേൾക്കുകയാണ്. ഞാൻ ഇന്ന ഭാഷയിലേ കേൾക്കൂ, ഇന്ന ഭാഷയിലേ സംസാരിക്കൂ എന്നൊന്നുമില്ല മുത്തപ്പന്. ഭഗവാൻ നേരിട്ട് വന്ന് ഭക്തന് ഏതാണോ പ്രിയം അത് നടത്തി തരുന്നു. അവിടെ ഭക്തനും ഭഗവാനും തമ്മിലുള്ള അകലം കുറയുന്നു. അപ്പോഴാണ് ഭക്തൻ എന്ത് മനസ്സിലാവുന്നത്? എൻ്റെ ജീവനാണ് അപ്പുറത്ത് നിൽക്കുന്ന ഭഗവാൻ, എൻ്റെ ചെയ്തികളാണ് അപ്പുറത്ത് നിൽക്കുന്ന ഭഗവാൻ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാന് ഞാനും ഭഗവാനും തമ്മിൽ ഭേദമില്ല, ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ആ ഭാവം അവന് മനസ്സിലാകുന്ന ഒരു വല്ലാത്ത ഫിലോസഫിയാണ് ഭഗവാൻ അവിടെ കാണിച്ചു തരുന്നത്. മുത്തപ്പ ശരണം.